നവരാത്രിയുടെ 3-ാം ദിവസം ചന്ദ്രഖണ്ഡദേവിയുടെ പൂജയാണ് നടത്തുന്നത്. കയ്യിൽ അക്ഷമാലയും കമണ്ഡലവും ധരിച്ച് മറ്റനേകം ആയുധങ്ങളുമായി ഒരു നവവധുവിൻ്റെ വേഷവിധാനങ്ങളോടെ സിംഹപ്പുറത്തിരിക്കുന്ന സങ്കല്പമാണ് ദേവി ചന്ദ്രഖണ്ഡയുടേത്. വിവാഹത്തിനായി ശിവഭഗവാൻ എഴുന്നള്ളിയപ്പോൾ ബ്രഹ്മചാരിണീ ഭാവത്തിലുള്ള പാർവതീദേവിയുടെ ബന്ധുജനങ്ങൾക്ക് മനോവിഷമമുണ്ടായി. ശിവന്റെ ശ്മശാന വേഷവും ഭൂതഗണങ്ങളും ഒപ്പമുള്ള കാട്ടുമൃഗങ്ങളുമൊക്കെയാണ് അതിന് കാരണം. ദേവി അവരെ സ്വീകരിച്ച് അവരുടെ ആയുധങ്ങൾ വാങ്ങി തൻ്റെ കയ്യിൽ പിടിക്കുകയും പുലിപ്പുറത്തിരുന്ന് അവർക്ക് സ്വാഗതമരുളുകയും ചെയ്തു അത്രേ. ഇതാണ് ചന്ദ്രഖണ്ഡയുടെ ഭാവം. ചന്ദ്രഖണ്ഡ എന്ന പേര് എങ്ങനെ വന്നുവതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഖണ്ഡം എന്നതിന് കഷ്ണം എന്നർത്ഥമുണ്ടല്ലോ. ചന്ദ്രക്കല ശിരസിലുള്ളതുകൊണ്ടാണ് ചന്ദ്രഖണ്ഡ എന്ന പേര് വന്നതെന്ന് വാദമുണ്ട്. ഖണ്ഡ എന്നത് മണിക്ക് പറയുന്ന പേരാണെന്നും ചന്ദ്രാകൃതിയിലുള്ള മണിയുടെ രൂപത്തിലാണ് കിരീടമെന്നും വേറൊരു വിധത്തിൽ പറയുന്നുണ്ട്. അക്രമത്തോടെ കോപം കാട്ടുന്ന ഭാവമുള്ളവളും അസ്ത്രാദികൾ ധരിച്ചവളുമാണ് ഈ ദേവീ സങ്കല്പം. 10 കൈകളിലായി ത്രിശൂലം, അതായത് 3 തരം ദുഃഖങ്ങളെ ഹനിക്കുന്നത് ത്രിശൂലം. ഗദ രോഗങ്ങളെ അമർത്തുന്നത്. വാള് ബന്ധമറക്കുന്നത്. ചിന്മുദ്ര ജ്ഞാനം നൽകുന്നത്. താമര വികസിക്കുന്ന ബോധം. അസ്ത്രങ്ങൾ പഞ്ചഭൂതങ്ങൾ. വില്ലെന്ന് പറയുന്നത് മനസ്സ്. അഭയം വരദം അതായത് കമണ്ഡലു ആധ്യാത്മിക വഴിയിലെ പുരോഗതിയെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള രൂപമാണ് ചന്ദ്രഖണ്ഡ ദേവിയുടേത്. മന്ത്രമായിട്ട് ഓം ദേവി ചന്ദ്രഖണ്ഡായേ നമഃ എന്ന് ചൊല്ലാം. ദേവിക്ക് അർച്ചിക്കാനായിട്ട് താമരപ്പൂക്കളും നിവേദ്യമായിട്ട് പാൽപ്പായസവും നൽകാം. ഇത്രയൊക്കെയാണ് തേർഡ് ഡേയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ.